KP റോഡിൽ ഏഴംകുളം പട്ടാഴിമുക്കിൽ അധ്യാപികയും സുഹൃത്തും മരിച്ച അപകടത്തിന്റെ ദുരൂഹത മാറുന്നില്ല. അപകടം മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്ന വാദം ശക്തമാണ്. തുമ്പമൺ നോർത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക നൂറനാട് മറ്റപ്പള്ളി സുശീന്ദ്രൻ വീട്ടിൽ അനുജ രവീന്ദ്രൻ, സ്വകാര്യ ബസ് ഡ്രൈവർ ചാരുമൂട് ഹാഷിം വില്ലയിൽ ഹാഷിം എന്നിവരാണ് 2 ദിവസം മുമ്പുണ്ടായ അപകടത്തിൽ മരിച്ചത്. പക്ഷേ ഇപ്പോഴും അപകടത്തിൽ വ്യക്തത വന്നിട്ടില്ല. കാറിൽ പിടിവലി നടന്നിരിക്കാമെന്നും അതിനുശേഷമാകാം ലോറിയിലേക്ക് ഇടച്ചു കയറ്റിയതെന്നുമാണ് അഭ്യൂഹം. ഇതിനു വേണ്ട മൊഴിയും പോലീസിന് കിട്ടിയിട്ടുണ്ട്. അനുജ ഉൾപ്പെടെ അധ്യാപകർ സ്കൂളിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വിനോദയാത്രയ്ക്ക് പോയി മടങ്ങുമ്പോഴായിരുന്നു അസ്വാഭാവികതയുടെ തുടക്കം. വ്യാഴാഴ്ച രാത്രി 10:15-ന് മിനി ബസ് കുളക്കടയിലെത്തിയപ്പോൾ ഹാഷിം കാർ ബസ്സിന് മുന്നിൽ കയറ്റി നിർത്തി. അനുജയെ വിളിച്ചെങ്കിലും ആദ്യം അവർ ഇറങ്ങിയില്ല. അവർ ഇരുന്ന സീറ്റിന്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ സഹോദരൻ വിഷ്ണു ആണെന്ന് പറഞ്ഞാണ് അനുജ ഹാഷിമിനൊപ്പം പോയത്. അധ്യാപകർ സംശയത്തിലായി. പിന്നീട് സംഭവിച്ചത് ദുരന്തവും. അനുജയെ കയറ്റി ഹാഷിം അമിത വേഗത്തിൽ കാർ ഓടിച്ചു പോയി. അവർ കാറിനു പിന്നാലെ അധ്യാപകർ പോയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീട് അനുജയെ ഫോണിൽ വിളിച്ചപ്പോൾ അവർ കരയുകയായിരുന്നു. ആത്മഹത്യയെക്കുറിച്ചും പറഞ്ഞു. ഇതിനിടെ അനുജ തിരികെ അധ്യാപകരെ വിളിച്ച് സുരക്ഷിതയാണെന്നും പറഞ്ഞു. സഹ അധ്യാപകർ അനുജയുടെ ബന്ധുക്കളെ വിളിച്ച് അനുജൻ വിഷ്ണു കൂട്ടിക്കൊണ്ടുപോയതായി അറിയിച്ചു. ഇതോടെ അനുജൻ വിഷ്ണു എന്നൊരാൾ ഇല്ലെന്ന് വ്യക്തമായി. ഇതോടെ പോലീസ് സ്റ്റേഷനിലെത്തി അധ്യാപകർ പരാതി നൽകി. ഇതിനിടെ പട്ടാഴിമുക്കിൽ അപകടം നടന്നിട്ടുണ്ടെന്നും 2 പേർ മരിച്ചതായുമുള്ള വിവരം സ്റ്റേഷനിൽ ലഭിച്ചു. ഇതോടെ ദുരന്തം ഏവരും തിരിച്ചറിഞ്ഞു. അമിത വേഗത്തിൽ തെറ്റായ ദിശയിലൂടെ പോയ കാർ അടൂരിൽ നിന്നും പത്തനാപുരം ഭാഗത്തേക്ക് പോയ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയ നിലയിലായിരുന്നു. ഇതിനിടെ മങ്ങാട് ആലേപ്പടിയിൽ വച്ച് കാറിന്റെ ഇടതുവശത്തെ വാതിൽ 3 തവണ തുറന്നെന്നും ഒരു കാൽ വെളിയിലേക്ക് കണ്ടതായും ഏനാതിമംഗലം പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ മാരൂർ ശങ്കർ വെളിപ്പെടുത്തി. ശങ്കർ അടൂരിൽ നിന്ന് രാത്രിയിൽ മാരൂരിലേക്ക് പോകുമ്പോഴാണ് ഇതു കണ്ടത്. രക്ഷപ്പെടുന്നതിന് വേണ്ടിയാകാം വാതിൽ തുറന്നതെന്ന് സംശയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഹാഷിമിന്റെ ക്രൂരതയാണ് ഈ മൊഴി ചർച്ചയാക്കുന്നത്. കായംകുളത്ത് ഭർത്താവ് പണികഴിപ്പിച്ച പുതിയ വീട്ടിലേക്ക് പിതാവുമായി അനുജ താമസം മാറാൻ ഒരുങ്ങുന്നതിന് തൊട്ടു മുൻപാണ് അപകടമുണ്ടായത്. മാറി താമസിക്കാനുള്ള അനുജയുടെ തീരുമാനം ഹാഷിം അറിഞ്ഞതോടെയാണ് മരണത്തിലേക്ക് നയിച്ച അപകടമുണ്ടായതെന്നാണ് നാട്ടുകാരും അന്വേഷണ ഉദ്യോഗസ്ഥരും കരുതുന്നത്. നൂറനാട് മറ്റപ്പള്ളിയിലുള്ള കുടുംബ വീട്ടിൽ താമസിച്ചാണ് അനുജ സ്കൂളിൽ ജോലിക്ക് പോയിരുന്നത്. ഇവിടെ പിതാവും സഹോദരനുമുണ്ട്. അവധി ദിവസങ്ങളിൽ അനുജ കായംകുളത്തേക്ക് പോകും. 1 വർഷം മുൻപാണ് അനുജയുടെ ഭർത്താവ് കായംകുളത്ത് പുതിയ വീട് വെച്ചത്. മാർച്ച് 30-നാണ് മറ്റപ്പള്ളിയിൽ നിന്ന് കായംകുളത്തേക്ക് താമസം മാറാൻ അനുജ തീരുമാനിച്ചതെന്നാണ് വിവരം. അനുജയിൽ നിന്ന് ഹാഷിം പലതവണ പണം വാങ്ങിയിരുന്നതായും പോലീസ് സംശയിക്കുന്നു. ഹാഷിമിന്റെയും അനുജയുടെയും സൗഹൃദത്തെക്കുറിച്ച് ഒരു സൂചനയും ഉണ്ടായിരുന്നില്ലെന്നാണ് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നത്. പന്തളം പത്തനംതിട്ട വഴി ഓടുന്ന ബസ്സിലാണ് ഹാഷിം ആദ്യമായി ജോലി ചെയ്തത്. അനുജ സ്കൂളിൽ പോയിരുന്നത് ഈ ബസ്സിലായിരുന്നു. അപ്പോഴാകാം ഇരുവരും പരിചയപ്പെട്ടതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അനുജയുടെ ഭർത്താവിന് ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അടുത്തിടെ സൂചന ലഭിച്ചിരുന്നെന്നാണ് വിവരം. ഹാഷിം 3 വർഷമായി ഭാര്യയുമായി വേർപിരിഞ്ഞാണ് താമസം. അനുജയുടെ വീട്ടിൽ ഹാഷിമിനെ 2-3 തവണ കണ്ടതായും നാട്ടുകാർ പറയുന്നു. സഹാധ്യാപകർക്കൊപ്പം തിരുവനന്തപുരം മാജിക് പ്ലാനറ്റിൽ വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോൾ കുളക്കടയിൽ വച്ച് വാഹനം തടഞ്ഞാണ് അനുജയെ ഹാഷിം ബലമായി കാറിൽ കയറ്റിയത്. ഇവരുടെ മൊബൈൽ ഫോൺ പരിശോധിക്കാൻ പോലീസ് നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. എത്ര നാൾ മുതൽ ഇവർ തമ്മിൽ പരിചയമുണ്ട്? അപകടമുണ്ടായ ദിവസം ഇവർ തമ്മിൽ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നോ? എന്തെങ്കിലും തരത്തിൽ പ്രകോപനപരമായ സന്ദേശങ്ങൾ അയച്ചിരുന്നോ? തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുക. അപകടത്തിൽപ്പെട്ട കാറിൽ നിന്നും പാതി ഉപയോഗിച്ച മദ്യക്കുപ്പി കണ്ടെത്തി. അപകടം നടന്നയുടൻ സ്ഥലത്തെത്തിയ പോലീസാണ് കാറിൽ നിന്ന് മദ്യക്കുപ്പി കണ്ടെത്തിയത്.